സത്യം പറഞ്ഞാൽ ഇന്ന് ഭയങ്കര സന്തോഷം സങ്കടമുള്ള ദിവസമാണ് കേട്ടോ. കാരണം ഇന്ന് എൻ്റെ അനിയൻ്റെ കല്യാണമാണ്. അതിന് പോകാൻ പറ്റിയിട്ടില്ല. കാരണം പോകാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. സ്വന്തം അനിയൻ്റെ കല്യാണത്തിന് പോകാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. അത് വളരെ ദുഃഖമുള്ള സംഭവമാണ്. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാം. പക്ഷേ ഞാനത് മനസ്സിലിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്, എൻ്റെ വിഷമവും സങ്കടവും ഒക്കെ. ഓക്കെ, ഇത് ചില സമയത്ത് എൻ്റെ പഴയ ഓർമ്മകളൊക്കെ മനസ്സിൽ വരും. അത് ഭയങ്കര വിഷമമാണ്. ഇന്നാണ് കല്യാണം. അപ്പോൾ ഞാൻ മിനിയാന്ന് രാത്രി ഞാൻ സ്വപ്നം കണ്ടു കല്യാണത്തിന് പോയത്. പോയി അവരെല്ലാവരും കണ്ടിട്ട് പോകുന്ന സ്വപ്നത്തിൽ ഞാൻ കല്യാണം കൂടി പോകുന്നു. അത് മതി. ഓക്കെ, എനിക്കത് മതി, വേറെ ഒന്നും വേണ്ട. അപ്പം ഞാൻ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒന്ന് ജസ്റ്റ് എല്ലാവരും കാണുക, സ്വപ്നത്തിൽ പോയി കണ്ടിട്ട് പോകുന്നു. എന്തായാലും ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് അവരെ പോയി കാണാൻ പറ്റുന്നില്ല, എന്നെ എന്നെ അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ സ്വപ്നത്തിലെങ്കിലും ഒന്ന് പോയി കാണാൻ പറ്റിയല്ലോ, അതെന്നെ വലിയത്. ഓക്കെ, അപ്പം അത് മതി, വേറെ ഒന്നും ഞാൻ ഇതിൽ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്. ആരുമില്ല. നമ്മൾ ഒരുപാട് സംസാരിച്ചതാണ് എൻ്റെ കാര്യങ്ങളൊക്കെ. ഞാനിങ്ങനെ ആയി മാറിയത് കൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കാനോ അങ്ങനെ ആരുമില്ല. ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുംബൈയിലാണ് നിൽക്കുന്നത്. ഇവിടെ തന്നെ ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒറ്റയ്ക്കാണ്, വേറെ സപ്പോർട്ടില്ല, വേറെ കൂടുതൽ ഫ്രണ്ട്സ് ഒന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ എനിക്കിതിൽ വേറെ എന്താ പറയുക, പ്രയാസങ്ങളൊന്നുമില്ല. ഞാനിങ്ങനെ പോകുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ മനുഷ്യനല്ലേ, സങ്കടവും ദുഃഖമൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അതേ ഉള്ളൂ. അപ്പോൾ ഈ കല്യാണക്കാര്യം ഞാൻ അറിഞ്ഞത് നമ്മുടെ ഒരു അടുത്തൊരു ബന്ധു അല്ലെങ്കിൽ അടുത്തൊരു ഫാമിലി ഫ്രണ്ട് അങ്ങനെയൊക്കെ പറയാം, ഒരാൾ മുഖേനയാണ്. 2-3 പേര് മുഖേന ഞാൻ അറിഞ്ഞു. അങ്ങനെയാണ് സംഭവം ഞാൻ അറിഞ്ഞത്. വ്യക്തികളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, അങ്ങനെ ഞാൻ അറിഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഭയങ്കര സന്തോഷവാനാണ്, ഭയങ്കര ഹാപ്പിയാണ്. ആക്ച്വലി ഗൾഫിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് നാട്ടിലുള്ള ആൾക്കാരെ കല്യാണം കൂടാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ അതുപോലെ വിചാരിച്ചാൽ മതി. ഞാൻ ഗൾഫിലാണെന്നോ മറ്റുള്ള സ്ഥലത്താണോ എനിക്ക് വരാൻ പറ്റില്ല എന്നുള്ള കാര്യം വിചാരിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, സത്യത്തിൽ ഈ കല്യാണക്കാര്യം ഇങ്ങനെ അറിഞ്ഞ സമയത്ത് ഞാൻ ചിന്തിച്ചു, ഒരു കല്യാണ വീടൊക്കെ ആകുമ്പോൾ എത്ര സന്തോഷമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ കല്യാണത്തിൻ്റെ അന്നായാലും ഒരുപാട് വ്യക്തികൾ അവിടെ ഉണ്ടാവും. എൻ്റെ കുടുംബം, എൻ്റെ അയൽവാസികളും ഞാൻ അറിയുന്ന ഒരുപാട് പേര് എല്ലാവരും കൂടുന്ന സമയത്ത് ഞാൻ മാത്രം അവിടെ ഇല്ല എന്ന് പറയുന്ന ഒരു സംഭവം വളരെ ദുഃഖമുള്ളതാണ്. പക്ഷേ എനിക്കത് മനസ്സിലാവും, ഞാൻ എത്രത്തോളം അകന്നു പോയി എന്നുള്ളത്. അവരിൽ നിന്ന് എത്രത്തോളം ഞാൻ അകന്നു പോയി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ എത്രത്തോളം അകറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ അവരെ കുറ്റം പറയില്ല കേട്ടോ, ഒരിക്കലും ഞാൻ അവരെ ഇതിന് കുറ്റം പറയുന്നില്ല. കാരണം അവരുടെ ചോയ്സാണ്. ഇതിപ്പോൾ ഞാൻ എടുത്ത തീരുമാനം പോലെ തന്നെ അവരുടെ തീരുമാനമാണ് എന്നെ വേണ്ട അല്ലെങ്കിൽ ഒഴിവാക്കി എന്നുള്ള തീരുമാനം. അതിനെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. കാരണം ദാറ്റ്സ് ദർ ചോയ്സ്, വേറെ ഓപ്ഷൻസ് ഇല്ല. അതുതന്നെ ഒരുപാട് കാരണങ്ങളുണ്ട് അതിന്. നമ്മളിപ്പം ഫാമിലി ചെയ്ത് തെറ്റാണ്, ഫാമിലി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ പറയില്ല. അത് അവരുടെ ചോയ്സാണ്, അവരുടെ അത് തീരുമാനമാണ്. ഒരിക്കലും കുറ്റം പറയുന്നില്ല. പിന്നെ ഓരോരുത്തർ തല എഴുതി വെച്ച വിധി. എൻ്റെ വിധി ഇങ്ങനെയാണ്, എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ഒരു വിധി ദൈവം ആദ്യമേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒരിക്കലും ഞാൻ കുറ്റം പറയാൻ പാടില്ലല്ലോ. ദൈവത്തിൻ്റെതാണ്. ഇനി ഷൈൻ ഈ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷൈൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കണം, ആരും ഉണ്ടാകാൻ പാടില്ല. വാപ്പയോ ഉമ്മയോ സഹോദരങ്ങളോ അയൽവാസികളോ കുടുംബക്കാരും ഉണ്ടാവരുത്. ഷൈനെന്നും ഒറ്റയ്ക്ക് ജീവിക്കണം. ഇത് ദൈവം വിധിച്ചിട്ടുണ്ട്. ഒരു പ്രായം കഴിഞ്ഞപ്പോൾ 27 വയസ്സ് മുതൽ ഷൈൻ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടതാണെന്ന് ദൈവം വിധിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് സത്യത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു പ്രായം കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് പെട്ടത്. ഓക്കെ, അതൊക്കെ വിധി തന്നെയാണ്, വേറെ ഒന്നും പറയാനില്ല. പിന്നെ എന്ത് പറയാനാണ്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ആൾക്കാർ മുഖേനൊക്കെ അറിയും, അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഓരോ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര പ്രയാസങ്ങളൊക്കെ വരും. കാരണം ഞാനില്ലല്ലോ അവിടെ, ഞാൻ ഉണ്ടാവേണ്ടതാണല്ലോ ഈ കല്യാണത്തിന് അല്ലെങ്കിൽ ഇന്ന പരിപാടിക്ക് ഞാൻ വരണമല്ലോ. ഇപ്പോൾ എൻ്റെ കസിൻസിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടോ, ആരും എന്നെ അറിയിച്ചിട്ടൊന്നുമില്ല. ഞാൻ എങ്ങനെയൊക്കെ അറിഞ്ഞു, ഇന്ന ആൾക്കാരെ കല്യാണം കഴിഞ്ഞു, ഇന്ന ആൾക്കാരെ ഇത് കഴിഞ്ഞു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. കുട്ടികളൊക്കെ ഉണ്ടായ ആൾക്കാരുണ്ട്. അതൊക്കെ പല ആൾക്കാരും മുഖേന ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നോ പ്രോബ്ലം, എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ മനുഷ്യരല്ലേ, നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ പറഞ്ഞാലും ഒരു അനാഥയായിട്ട് ജനിച്ച ആളൊന്നുമല്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പാരൻസൊക്കെ ഉള്ളപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, അയ്യോ ഞാൻ ഉണ്ടാവേണ്ടതാണല്ലോ അവിടെ, ഞാൻ അവിടെ കൂടേണ്ടതാണല്ലോ, ഞാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു ആ പരിപാടി എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു വിഷമം, വേറെ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഒരു കല്യാണാലോചനയൊക്കെ മാട്രിമോണിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ആൾക്കാർ റെസ്പോണ്ട് ചെയ്തു. പക്ഷേ റെസ്പോണ്ട് ചെയ്തതിൽ കൂടുതൽ ആൾക്കാർ ഈ ഫേക്ക് ആൾക്കാരായിരുന്നു. അവർക്ക് അത് ഫേക്ക് ക്യാരക്ടർ കാണിക്കുക. അങ്ങനെ കുറേ റെസ്പോൺസ് വന്നു. പിന്നെ കല്യാണം കഴിച്ച കുട്ടികളുള്ള ആൾക്കാരൊക്കെ വന്നു. പക്ഷേ കൂടുതൽ ബാധ്യതകളൊന്നും ഏറ്റെടുക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കേസുകളൊന്നും എടുക്കാറില്ല. ഓക്കെ, കുട്ടികളുള്ളതൊന്നും അധികം ബാധ്യതകളൊന്നും ഞാൻ എടുക്കാറില്ല.
പിന്നെ ഒരുപാട് പ്രായം കൂടിയ ആൾക്കാർ, അതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ അതായത് എനിക്ക് എൻ്റെ ഉമ്മയുടെ പ്രായമുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ സ്വന്തം ആൻറ്റിമാരെ പ്രായമുള്ളതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ ആ രീതി തന്നെ ഒഴിവാക്കി. അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവാം. നമുക്ക് ആ രീതി കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് പറ്റിയ ഒരാളെ, ഏകദേശം എൻ്റെ ഒരു പ്രായത്തിനനുസരിച്ച് പറ്റിയ ഒരാളെ, വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം വിദ്യാഭ്യാസം ആയിട്ടുള്ള ജെന്യൂനായിട്ട് നിൽക്കുന്ന ഒരാളെ ഞാൻ നോക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു ജെന്യൂനായിട്ടുള്ള ആളൊന്നും ഞാൻ കണ്ടിട്ടില്ല. വന്നതൊക്കെ ഫേക്കാണ്, ഒരു 90% ഫേക്കാണ്. മുഴുവൻ എന്തൊക്കെയോ ചോദിച്ചുകൊണ്ട് വരിക. കുറേ പേർക്ക് പൈസ വേണം, കുറേ പേർക്ക് ജോലി വേണം, കുറേ പേർക്ക് വെറുതെ പരിചയപ്പെടാൻ, സമയം കളയാൻ വേണ്ടി പരിചയപ്പെടാൻ വരുന്ന ആൾക്കാർ, ഫ്രണ്ട്ഷിപ്പ് കൂടാൻ. എനിക്കെന്തിനാണ്, എനിക്ക് ഓൾറെഡി കുറേ ഫ്രണ്ട്സ് അവിടെയും ഇവിടെയുണ്ട്. വെറുതെ ഇങ്ങനെ സമയം കളയാൻ വേണ്ടി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ താല്പര്യമില്ല. ബിസിയാണ് ഞാൻ ഓരോ കാര്യത്തിൽ, ജോലിയായിട്ടും മറ്റുള്ള കാര്യങ്ങളായിട്ടും പഠിത്തമായിട്ടും ഒക്കെ. അപ്പോൾ അതിൻ്റെ സമയം കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരുത്തർ മെസ്സേജ് അയക്കുക വേസ്റ്റാണ്. ഞാൻ ആർക്കും അങ്ങനെ മറുപടി കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഇൻസ്റ്റയിലൊക്കെ ആൾക്കാർ ചോദിക്കും ജാടയാണോ, ഒരിക്കലും അല്ല, ജാട ഉണ്ടായിട്ടല്ല, ഞാൻ അനാവശ്യമായിട്ടുള്ള മറുപടി കൊടുക്കാറില്ല. അതാണ് എൻ്റെ സത്യം. എനിക്ക് പറ്റിയ ഒരാളുണ്ടെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. എൻ്റെ ഒരു വൈബിനും എൻ്റെ ഒരു ഇതിനനുസരിച്ച് ജെന്യൂനായി നിൽക്കാൻ പറ്റി എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അക്സെപ്റ്റ് ചെയ്യും. നോക്കുന്നുണ്ട്, വിൽ ട്രൈ. സമയം ഉണ്ടല്ലോ, എല്ലാത്തിനും സമയം ഉണ്ടല്ലോ. അതാണ്, ദൈവം വിധിച്ച് വെച്ചിട്ട് സമയം ഉണ്ടാവും, അപ്പോൾ ആളെത്തുമായിരിക്കും വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ കല്യാണം അടിച്ചു പൊളിക്കാൻ പറ്റിയില്ല, അവിടെ അടിച്ചു പൊളിക്കട്ടെ, എല്ലാവരും അടിച്ചു പൊളിക്കട്ടെ, എൻജോയ് ചെയ്യട്ടെ എന്നാണ് ആശംസിക്കുന്നത്. എല്ലാവരും അടിച്ചു പൊളിച്ച് ഹാപ്പിയായി ഫുഡൊക്കെ അടിച്ച് ഹാപ്പിയായി സെറ്റായിരിക്കട്ടെ. അപ്പോൾ വേറൊന്നും പറയാനില്ല, കൂടുതലൊന്നും ഈ വീഡിയോ ചെയ്യാനില്ല ഗൈസ്. ബൈ.